ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷമീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റാഗി മസാല ദോശയാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നമ്മളിതിന് ആദ്യം എടുക്കുന്നത് 1 കപ്പ് ഉഴുന്നാണ്. നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 250 ml 1 കപ്പിലാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്നത് 1 കപ്പ് പച്ചരിയാണ്. ഉഴുന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ 6 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഉഴുന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് 2 കപ്പ് രാഗിപ്പൊടിയാണ്. നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അരച്ചെടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊരു ഓവർനൈറ്റ് മാവൊന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദോശമാവ് നല്ല രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഇതിനായിട്ടുള്ള മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ 3 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് മീഡിയം 3 സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല കുഞ്ഞിതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുളൻകിഴങ്ങ് നല്ല രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഉടച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലോട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ദോശ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നമ്മളിതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.